കല്യാണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമായി. എഴുതും രജിസ്റ്റർ ചെയ്തു കേട്ടോ. ബൈക്ക് ഓരോരുത്തരെ കടം മേടിച്ച് ബൈക്കൊക്കെ മേടിച്ചിട്ടാണ് പോയത്. ഇറങ്ങുന്നു, അവിടെ ആരും ഇല്ല. മീൻസ് ആരും ഇല്ലാതെ മനസ്സിലാവുന്നില്ലേ. ഭാര്യന്റെ വീട്ടിലേക്ക് പോകുമ്പോ എനിക്ക് അതൊക്കെ കുറവുണ്ട്. കാരണം ഭാര്യന്റെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ആർക്കെ വേണമെന്നുണ്ടായിരുന്നു. ചാടിച്ചുകൊണ്ടിരുന്നത് അത് വല്ലാത്ത സങ്കട കല്യാണം പറഞ്ഞ ഒരു കല്യാണം കൊണ്ട് ജീവിതങ്ങൾ മാറിയ ഒരു 5 മണിക്കൂർ മിനിമം ഉണ്ട്. നമ്മൾ എത്തിയത് 6 മണിക്കൂറിലാണ്. ഹലോ, അപ്പൊ എല്ലാവർക്കും അമ്മയും മക്കൾ ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ നമ്മുടെ കല്യാണത്തിന്റെ ഫോട്ടോ ഒക്കെ ഇട്ട സമയത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യുമെന്ന്. കാരണം നമ്മുടെ വീഡിയോ ഒന്നും അന്നേരം എടുത്തിട്ടുണ്ടായിരുന്നില്ല, കോവിഡ് കാലമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എന്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഏട്ടന്റെ അവിടെ നിന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കഥയൊക്കെ ഞാൻ പറയുന്നുണ്ട്. ആദ്യം ഇവിടെ പാലക്കാടിലുള്ളപ്പോ അപ്പൊ നമ്മുടെ ആൽബം ഇവിടെ ഉണ്ട്. അപ്പൊ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. മുമ്പ് ഞാൻ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് പേര് കണ്ടിട്ടുള്ളൂ. പക്ഷെ കുറെ പേര് എപ്പോഴും ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രമായിട്ട് നല്ല വെയിറ്റ് ഉണ്ട് സാധനത്. ഇതാണ് നമ്മുടെ ആൽബം. നല്ല കാണുമ്പോൾ ഒരു ലെസ് വെയിറ്റ് പോലെ തോന്നുന്നുണ്ട്, പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സാധനം. അമ്മ ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഫോട്ടോ. ഇതാണ് കേട്ടോ വെഡിങ് ആൽബം. നല്ല ലെതറൊക്കെ ആക്കിയിട്ട് നല്ല അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ട് അവര്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഫെബ്രുവരി 8-ാം തീയതി ആയിരുന്നു 2021. അപ്പൊ നല്ല തടിയൊക്കെ ഉണ്ടിട്ട് ഞങ്ങൾ രണ്ടാളും. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. ഞാൻ ഗൾഫിൽ വന്നോടെ എന്റെ കളർ ഇത് എഡിറ്റ് ചെയ്യുന്ന ഞാൻ നല്ല കളറായിരുന്നു. എന്താ ഇത് ഒന്നാമത് കുറച്ച് ഒരു എഡിറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. മീൻസ് അങ്ങനെയല്ല, ഒരു ജസ്റ്റ് ഒരു ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ, ബ്രൂം ബ്രൈഡ് ഇതൊക്കെ ഉണ്ട്. ഇത് എന്റെ അമ്മേന്റെ പാലക്ക മാലയാണ് കേട്ടോ, അമ്മന്റെ കല്യാണത്തിന്റെ മാല അത്. അതേപോലെ നമ്മുടെ ഓരോ കല്യാണത്തിനും എന്തെങ്കിലും അമ്മമാര് തരുന്ന അവന്റെ ഇതുണ്ടാകും, ഓർമ്മകളുണ്ടാകും. അപ്പൊ അമ്മന്റെ 30 വർഷം പഴക്കമുള്ള ആ സാധനമാണ് ഞാൻ ഇപ്പോഴും ഇട്ടിരിക്കുന്നത്. അമ്മന്റെ ഒരു ആൽബത്തിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഇതൊക്കെയാണ് സെറ്റപ്പുകള്. അന്ന് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം മുടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും അവര് എന്നെ മുടി വെച്ച് ആ ഒരു ഹൈറ്റിലെ മുടി വെച്ചിട്ടുള്ളൂ. ചിലവർക്ക് കാല് വരെ മുടിയൊക്കെ വെക്കും. എന്താ അതോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഏട്ടന് പിന്നെ പാവം പോസ് ചെയ്യാൻ അറിയാത്തോണ്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. അന്നേരം എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ. ഏട്ടന് തീരെ താല്പര്യമില്ല, പക്ഷെ ആ ഒരു മേഖല എനിക്ക് എന്ത് രസാണല്ലേ എന്നെ കാണാൻ. ഞാൻ തന്നെ പൊക്കല്ല. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത സാരി കേട്ടോ. പൊട്ടി വരച്ചല്ലേ, ഞാൻ ഞെട്ടിപ്പോയത്. നല്ല കട്ടി ഒരു ലോഡ്. ഇതേ നമ്മൾ എടുക്കുന്ന സാരി കേട്ടോ. മീൻസ് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവിടെ പോയിക്കോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കാലൊക്കെ പിടിക്കല്ല. പ്രായമുള്ള ആൾക്കാരുടെ ഒക്കെ കാലൊക്കെ പിടിച്ചു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങും. ആ സമയത്ത് നമ്മള് വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഇടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സാരി എടുത്തിരിക്കുന്നത്. അതാ അതിന് ബ്ലൗസിൽ കുറെ വർക്ക് ഉണ്ടാവും. കാരണം നമ്മള് എന്താണ് എവിടെയാ അമ്പലത്തിൽ വെച്ച് കല്യാണം ആയതുകൊണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് പിറ്റേ ദിവസം കോഴിക്കോട് നിന്ന് എത്ര മണിക്ക് ഞങ്ങൾ അത് ഭയങ്കര കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് അത് ഭയങ്കര 150 കിലോമീറ്റർ അല്ലേ. എത്ര മണിക്കാണ് മുഹൂർത്തം ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ, മുഹൂർത്തം 10:30 to 11:30 ആണല്ലേ. ഞങ്ങൾ എത്ര 5-6 മണിക്കായി ഇറങ്ങി. 5 മണിയാ 6 മണിക്ക് ഇറങ്ങിയത്. ഞങ്ങളാ സാരി കൊണ്ടുവരിക. അതെ അല്ലേ, സാരി അങ്ങനെയാട്ടോ. നമ്മള് ആദ്യം ഒരു 10 മിനിറ്റ് വേണ്ടിട്ട് ഇത് ഉടുത്തിട്ട് പോകും. എന്നിട്ട് അവര് കൊണ്ടുവന്ന ആ സാരി നമ്മളിങ്ങനെ വാങ്ങിച്ച് അത് നമ്മളിട്ട് എന്നിട്ടാണ് വരുന്നത്. അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് തലേ തന്നെ കൊണ്ടുവരാൻ സാരി. ഇത് ഒന്നിൽ കോവിഡ് കാലഘട്ടം, അങ്ങനെ ട്രാവൽ ഒന്നും അലവടല്ലായിരുന്നു അല്ലെ. അതുകൊണ്ട് നമ്മള് ഇവൾക്ക് അളവ് തന്നെ അച്ഛൻ വിറ്റ് തലേന്നാ കൊണ്ടുവന്നത്. മോനെ അതൊന്നും പറയാൻ ബാക്കി ഞാൻ പറയാം. ഇല്ലേ, അച്ഛൻ സാരി കാണിച്ചിട്ട് അത് ഞാൻ കാണിച്ചു തരാം, പറഞ്ഞോ. കാണിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ആ കഥ ഞാൻ സാരി കാണിച്ചിട്ട് പറയാം. വീട്ടിലെ ഫോട്ടോസ് അവിടെ എത്തുമ്പോ പറയാം. ഏത് സാരി അല്ലേ? ഇതായിരുന്നു സാരി കേട്ടോ. അത് എന്റെ മോനെ ലൂസ് എന്ന് പറഞ്ഞാലും പോരാ, ഞാനൊരു കൊറേ പിന്നൊക്കെ വെച്ചിട്ടാണ് അത് ഇങ്ങനെ ഈ ഒരു ഫിറ്റ് ആക്കി എടുത്തത് കേട്ടോ. അത് ഞാൻ എന്തൊക്കെയാ പറയാ, ഞാൻ കൊറേ എന്താ പറയാ ഇങ്ങനെയൊക്കെ വർക്കൊക്കെ ചെയ്യാൻ നല്ല അടിപൊളി വർക്കുള്ള ഒരു ബ്ലൗസ് ഒക്കെ കൊടുത്തു കേട്ടോ അച്ഛനും അമ്മയും വന്ന സമയത്ത്. അത് ഞാൻ ഇതിൽ ഒരു 10 മിനിറ്റ് ഇടാൻ തന്നെ ഞാൻ അത്രയും വർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് സാരി എടുത്തത്. അതേപോലെ നന്ന ഇവർക്കാര് ബോധം വേണ്ടതുകൊണ്ട് ഞാൻ നല്ല വർക്ക് ചെയ്ത ഒരു
ബ്ലൗസ് ഒക്കെ എടുത്ത് നല്ല വർക്ക് ചെയ്തിട്ട് എന്നിട്ടാണ് അവർ കൊടുത്തയച്ചത്. അതിന്റെ ഒന്നുമില്ല, വർക്കുമില്ല, ഒന്നുമില്ല, സാധാരണ ഒരു ബ്ലൗസ്. ഞാനിപ്പോ ചിന്തിച്ചു ഒന്നാമത് എനിക്ക് അതിനെക്കുറിച്ച് അന്നേരം കോവിഡ് ആയിരുന്നു. അപ്പൊ നമുക്ക് എത്ര ആളെ, വളരെ കുറച്ചാളെ വിളിക്കാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞ സങ്കടമായിപ്പോയി. ഞാനിങ്ങനെ നമുക്ക് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇതൊക്കെ ഉണ്ടാവില്ലേ, മീൻസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ബ്ലൗസിന്റെ ഇതൊക്കെ ഡിസൈൻ നോക്കുക, സാരി എങ്ങനെയാണ്, കളർ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നോക്കണു. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കളർ ഇതാ, ഈ ഒരു ലൈറ്റ് കളറ്. ഞാൻ ഉദ്ദേശിച്ച ഒരു ഗ്രീനോ അല്ലെങ്കിൽ റെഡ്, ചില്ലി റെഡ് ഒക്കെയാണ് ഉദ്ദേശിച്ചത്. ഇവര് ഇങ്ങനത്തെ ഒരു പീച്ച് കളർ. ഞാനൊക്കെ ആ സമയത്ത് കോവിഡ് വന്നിട്ട് ക്വാറന്റൈനിൽ കിടക്കാണ്. തീരെ ഇഷ്ടപ്പെട്ടു. ഒരു എന്തോ ഒരു നല്ല കാണാനൊരു ഷോ ഒക്കെ, അതാണ് ഇങ്ങനത്തെ ബ്രൈറ്റ് കളർ എടുക്കുമ്പോഴേ ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മുടെ കല്യാണം വളരെ തട്ടിക്കൂട്ട് കല്യാണമായിരുന്നു അല്ലേ? എന്തോ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമായി. കാരണം വളരെ കുറച്ച് 20-30 ആളെ പങ്കെടുക്കാൻ പറ്റുള്ളൂ. എന്നാലും ഒരു 100, നിങ്ങളൊരു 20, നമ്മൾ 20 ആൾക്ക് നമുക്ക് പങ്കെടുക്കാം. അത് ഭയങ്കര സങ്കടമായി. പറഞ്ഞാൽ എന്താ പറയാ, അവിടെ അവർക്കും വരാൻ പറ്റില്ല, അവിടെ നിന്നും ആൾക്കാർക്ക് വരാൻ പറ്റില്ല എന്റെ വീട്ടിലേക്ക്. ഞാൻ സച്ചു പറയുന്നത്, സച്ചു ഏട്ടാ നമ്മളൊന്ന് ഒളിച്ചോടി വരുവാണ് വിചാരിച്ചു അല്ലേ? അതെ, അവിടെയുള്ളവരൊക്കെ ചാടിച്ചു കൊണ്ടുവന്നാണ് ചോദിച്ചത്. ആ കാരണം നമ്മള് ഇവിടെ ഭയങ്കര 7 മണിക്ക് അവിടെ എത്തിയത്. ഇവിടുത്തെ മുഹൂർത്തം എല്ലാം കഴിഞ്ഞ് ബ്ലോക്കിലൊക്കെ പെട്ട് ഇവിടെ നിന്ന് 1:30 ഇറങ്ങിയത്. 10:30 to 11:30 ആയിരുന്നു മുഹൂർത്തം. അതും കഴിഞ്ഞ് 2 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി മണ്ണാർക്കാട് പെരിന്തൽമണ്ണ ഫുള്ള് എല്ലാ ട്രാഫിക്കിലും പെട്ട് 7:30. അത് ടോപ്പ് വിറ്റ് നമ്മുടെ കാറിൽ നീ, ഞാൻ, എന്റെ ഒരു ഫ്രണ്ട്, ഡ്രൈവറും. എന്റെ ഫ്രണ്ട്സ് ഒരു 4-5 ആള്, അവർക്ക് അലോട്ടുള്ള, അവര് വേറൊരു കാറില്. അമ്മ, അച്ഛൻ, ചേച്ചി, ദിനോട്ടൻ, കുഞ്ഞു, അവര് മാത്രം വന്നിട്ടുള്ളൂ. ഹേദവ്, അവര് വേറൊരു കാറില്. 3 കാറിലെ വരുള്ളൂ, അത്രേ അലോടുള്ളൂ. പിന്നെ എന്റെ ഇവിടുത്തെ കുറച്ച് റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ പാലക്കാടായി. തിരിച്ചു വരുമ്പോഴേക്കും അവര് ടയർഡ് ഛർദിച്ച് ബ്ലോക്കിൽ. ഞങ്ങളെത്തി. എന്റെ ഫ്രണ്ട്സിന്റെ കാറിന്റെ ടയർ പൊട്ടി. അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടിയായിരുന്നു. ഞാൻ നല്ല അലമ്പ് കൊടുത്തതാ, എനിക്ക് പണി കിട്ടിയായിരുന്നു. അതുകൊണ്ട് അവര് നല്ല പ്ലാൻ ചെയ്ത വീട്ടിൽ കയറുമ്പോ പടക്കം പൊട്ടിക്കാൻ. പക്ഷെ കോവിഡ് ആയതുകൊണ്ട് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് പിന്നെ ഇടവൽക്കാർ നെയ്ബേഴ്സിനൊന്നും വരാനും കഴിയില്ല അന്നേരം അല്ലേ. കാരണം ആരും അറിയുന്നില്ല. ഇരുട്ടിലേക്ക് ഒന്നാമത് ആ വഴി അറിയാലോ, നിങ്ങൾക്ക് ഒരു ചെറിയൊരു. ഞങ്ങൾ മാത്രം എത്തുന്നത് 7 മണിക്ക് അല്ലേ. ഞാനും സച്ചുവും മാത്രം ഒരു കാറില് ഇറങ്ങുന്നു. അവിടെ ആരും ഇല്ല, മീൻസ് ആരും ഇല്ലാതെ വീടൊക്കെ അടച്ചു കിടക്കുക. കാരണം അച്ഛനും അമ്മയൊക്കെ ബാക്കിലല്ല, അവര് ചതിച്ച് ബ്ലോക്ക് ആയിട്ട് നിൽക്കുക. എന്റെ ഫ്രണ്ട്സും ഇല്ല, ഞാൻ സച്ചു മാത്രം ഒളിച്ചോടി വന്ന പോലെ. എന്റെ ദൈവമേ, അത് ഭയങ്കര സങ്കടല്ലേ. കാരണം നമ്മള് വീട്ടിലെത്തുമ്പോഴേക്കും അവിടെ ആളും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെ, നമ്മളൊരു വെളിച്ചത്തിലൊക്കെ ഒരു വീട്ടില് കയറുമ്പോഴേ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ. അത് പന്തലൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ പന്തലൊന്നും ഇല്ലല്ലോ. വല്ലാത്തൊരു കോവിഡ് കല്യാണമായിട്ടോ, അത് സങ്കടം. എന്തായാലും നമ്മള് വീട്ടിൽ പോകുമ്പോ ഇരുടായി, നമുക്ക് വീട്ടിൽ കയറാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഞാനും സച്ചും കൂടി റോട്ടിലിരിക്കുക. ഈ ഫ്രണ്ട്സ് ഒക്കെ പോയിട്ട് അവര് എത്തിയോ വിളിച്ചോണ്ടേ ഇരിക്കുക. എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ആയി. കാരണം രാവിലെ 5 മണിക്ക് ഇവരെ ഇറങ്ങി. അവര് ഛർദിച്ച് ഹേദവന് ഛർദിച്ചിട്ട് വണ്ടി എടുക്കും. കുഞ്ഞല്ലേ, അവന് ഛർദിച്ച് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. ദിനോട്ടൻ വണ്ടി എടുക്കും. ദിനോട്ടൻ നല്ല പറപ്പിച്ചു പോകും. അങ്ങനെ കുടുങ്ങി പൊഞ്ഞി. ഞങ്ങൾ അവരെയും കാത്ത് 1 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ 2-3 ആൾക്കാരെ ധാരാളം സുഹൃത്തേതാ. കാരണം കല്യാണം എല്ലാവരോടും പറഞ്ഞു എന്നാലും ചാടിച്ചുകൊണ്ടിരുന്നത്. അത് വല്ലാത്ത സങ്കട കല്യാണം പറഞ്ഞ വല്ലാത്തൊരു കോവിഡാണ് ഞങ്ങൾക്ക് പണി തന്നത് അല്ലേ. അങ്ങനെ പാലോചിക്കുമ്പോഴേ സങ്കടമാണ്. ഒന്നുകൂടി കല്യാണം അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും അവിടെ എത്തുമ്പോഴേക്കും പന്തലും ആൾക്കാരും ഫ്രണ്ട്സും ബഹളും ഒക്കെ ആയിട്ട്. ഒന്നാമത്തെ ഡിസ്റ്റൻസ് അല്ലേ, 150 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് അവിടെ എത്താൻ ഒരു 5 മണിക്കൂർ മിനിമം ഉണ്ട്. നമ്മൾ എത്തിയത് 6 മണിക്കൂറിലാണ്. കാരണം ഹൈലൈറ്റിൽ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഫോട്ടോഷൂട്ട് ചെയ്തു അതന്നെ പെരിന്തൽമണ്ണയിൽ വെച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. എന്നിട്ടൊക്കെയാ പോയത്. എന്നിട്ടും അവരെത്തിയിട്ടില്ല. അതാണ് വൻ ട്വിസ്റ്റ്. അങ്ങനെ കഴിഞ്ഞിട്ടാ പോയത്. അതൊന്നും പറയേണ്ട സങ്കടമാണ്. അത് ഒന്നുകൂടി ഒരുപാട് ആൾക്കാർ ഒന്നുകൂടി കല്യാണം കഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണേ നമുക്ക് അത് പ്ലാൻ ഇട്ടാൽ പ്ലാനില്ല, നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങളുടെ കല്യാണം പറഞ്ഞാൽ ഒരു മെമ്മറീസ് ഇല്ല. അതെ, കല്യാണത്തിന് മെമ്മറീസ് ഇല്ല. മെറ്റേണിറ്റി അങ്ങനത്തെ മെറ്റേണിറ്റി ഒന്നും ചെയ്തിട്ടില്ല. അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പ്രീ വെഡിങ് ഒന്നും അലോഡല്ല. കോവിഡിൽ പെട്ടുപോയി, എല്ലാം കോവിഡിൽ പെട്ടുപോയി. അത് ഒരു ക്യാമറമാനൊക്കെ അവരിനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. ഒരു വാലും തടി ഇല്ലാത്ത ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. അതെ, ഏട്ടന്റെ അവിടെ വീഡിയോ ഉണ്ടായിരുന്നു. വീഡിയോന്റെ ആളിനെ കാണാനേ ഇല്ല. അയ്യോ, തട്ടിക്കൂട്ടി കിട്ടിയത് ഒരു വീഡിയോഗ്രാഫറിനെ കിട്ടിയ ഫോട്ടോ. അങ്ങേരുടെ പോസ് അങ്ങോട്ട് വീഡിയോ ഇല്ല, ഫോട്ടോ ഇല്ല, ഒന്നുമില്ല.
സഹിക്കാം. എന്റെ ഫ്രണ്ട്സ് ആയാലും എനിക്കൊന്നും പറയാനും പറ്റില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് എന്റെ ഈ ഫോട്ടോ മാത്രം ഞാൻ കിട്ടി. സച്ചിനുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒന്നും ഉണ്ടായില്ല. അതന്നെ എത്ര നേരം അറിയാം, വീടെത്തിയത് 8 മണിക്ക്. ഒരു 10 മണി വരെ അയാൾ ലൈറ്റ് മുഖത്തടിച്ച് ഇങ്ങോട്ട് നിൽക്കുക അങ്ങോട്ട് നിൽക്കുക പറഞ്ഞിട്ട് ബെഡിൽ കയറി നിൽക്കണ തലയും കുത്തി നിന്നിട്ടൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഒരു ഫോട്ടോ ഇല്ല, ഒന്നുമില്ലാണ്ട്. അതാണ് സങ്കടം. എന്റെ ഫ്രണ്ട്സ് ആയിട്ടൊന്നും എനിക്കൊന്നും പറയാനും പറ്റാത്ത. അതേപോലെ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെയൊക്കെ വീട് എന്താണ് ഡിസ്റ്റൻസിലുള്ളവരൊന്നും കമന്റ് ചെയ്യണം കേട്ടോ, അതുപോലുള്ളവര്. കാരണം ചിലവർ കോഴിക്കോട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്, ചിലർ ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ. പക്ഷെ അന്നേരം കല്യാണമാണ് സുഖടാ. കോവിഡ് അല്ലെങ്കിൽ സുഖല്ലേ, എല്ലാവരും ഉണ്ടായില്ലേ. നമ്മുടെ അവിടെ 12 ഇട്ട് ആൾക്കാരൊക്കെ ഇട്ട് റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങോട്ട് വരും. നമ്മുടെ പാലക്കാട് കുറെ റിലേറ്റീവ്സ് ഉണ്ട്, അവർക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഡയറക്റ്റ് ഇവിടെ അതും കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര ഒരു എന്തായാലും ഒന്നുകൂടി നമുക്ക് കല്യാണം കഴിക്കാൻ സച്ചോ. അതെന്തോ ഒരു കോലാക്കി വെച്ചിരിക്കുന്നത്. അതിക്കൊണ്ട് നമ്മുടെ അഭിനയിച്ചുണ്ടോ 2ാം അമ്മയില്. നല്ല രസമുണ്ട്. അവൾ എന്നെ കാണാൻ അതേപോലെ ഉണ്ട്. അച്ഛനും നല്ല രസമുണ്ട്. അമ്മ നോക്ക്, അച്ഛോ ഇതൊരു എപ്പോഴും ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ഒരു സംഭവം. അച്ഛന്റെ അമ്മ ഇതൊക്കെ. അച്ഛൻ മരിച്ചു കേട്ടോ. അന്ന് ഞങ്ങൾ അതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അച്ഛന്റെ അമ്മ, ചേച്ചി, ഏട്ടൻ, അവരുടെ മക്കള്. ഇതൊരു മാമനാണ്, മക്കള്. ഇത് അച്ഛന്റെ ഫ്രണ്ട്സ്. ഇതൊരു ചെറിയച്ഛനാണ്, ഇത് ചെറിയമ്മ. ഇതൊരു അങ്കിള്, ആന്റി, അമ്മ. അമ്മന്റെ അമ്മയാണ് കേട്ടോ അത്. അമ്മന്റെ അമ്മ മരിച്ചു. ഇത് അച്ഛന്റെ അമ്മയാണ്. 2ആളും മരിച്ചു. ഞാന് അച്ഛനെയും അമ്മന്റെ അച്ഛനെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് 2ാം മാസം അമ്മ പ്രഗ്നന്റ് ആയ സമയത്താണ് അച്ഛൻ മരിച്ചതൊക്കെ. അപ്പൊ അവരിനൊന്നും കണ്ടിട്ടില്ല. ഇതാണ് അളിയൻസ്. വലിയമ്മയും വലിയച്ഛനും. അതെ, ഇതൊക്കെ ഉണ്ട്. വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ കൊടുത്ത അതിൽ ഒരു വർക്കും ഇല്ലാണ്ടാണ് ചെയ്തു തന്നത്. അച്ഛനാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് തന്നത്. ഇതാ അവിടുത്തെ കുറെ ഹോൾ ടീംസ് ആണ്. ഇതും അങ്ങനെ തന്നെ എല്ലാവരും. പിന്നെ ഇങ്ങനത്തെ ഒരു ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ, കാല് പിടിക്കുന്ന ചടങ്ങുകളൊക്കെ. അത് സ്ഥിരമാണ്, അതെല്ലാവരുടെയും കാല് പിടിക്കണം. പിന്നെ ഈ ഒരു വണ്ടിയിലാണ് വന്നിറങ്ങിയ നമ്മള്. എന്നിട്ട് അവിടെ അതെ കൊട്ടേക്കട നല്ല രസമുണ്ട് കേട്ടോ. അതേ നോക്ക്, എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പീക്കോ കളറായപ്പോ നന്നായിട്ടുണ്ട്. എന്തായാലും ബ്രൈറ്റ് സന്ധ്യ. അന്നേരം ഇല്ലേ, അതെ അന്നേരം അതിന്റെ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഇത് എന്താണ് അവിടെ ഉത്സവം കേട്ടോ. അതിന് കെട്ടാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു ഈ ഒരു മണ്ഡപത്തിലായിരുന്നു. ഇതാ മാസ്ക് ഉണ്ടോ എല്ലാവരും അന്നേരം കോവിഡ് ആയതുകൊണ്ട്. അതെ എൻട്രി ചെറിയ വാഗണർ. ഇങ്ങനത്തെയൊക്കെ ചടങ്ങ് നിങ്ങളുടെ നാട്ടിലുണ്ടോന്ന് പറയണം കേട്ടോ. ഈ താലം കൊടുക്കലൊക്കെ. അതെ, നമ്മള് ആൺ വീട്ടുകാരനെ സ്വീകരിക്കാൻ വേണ്ടിട്ട് പെൺവീട്ടുകാരില് ഒരു 5 ഒറ്റ സംഖ്യ ആയിരിക്കും കേട്ടാ. അവരിങ്ങനെ നിക്കും. എന്നിട്ട് അവിടെ സെയിം അതേപോലെ എന്നിട്ട് ആ താലം അങ്ങനെ കൈമാറിയിട്ട് പിന്നെ അങ്ങനെ വരും. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടോന്നൊന്ന് പറയണേ. അപ്പോഴേക്കും അതാ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടാവും. രസം പറഞ്ഞാ വലിയ എനിക്കിഷ്ടം. എനിക്ക് ആ കളറൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു ഇതൊക്കെയായിരുന്നു കല്യാണം. മാംഗല്യം അവര് ഛർദ്ദിച്ച് വന്നോട്ടെ. ചേച്ചി ഏട്ടനൊക്കെ അവിടുന്ന് ഛർദ്ദിച്ച് വന്നതാ. നല്ല വൊമിറ്റ് ചെയ്ത് ഈ ഒരു തിരുമേനി ഞാൻ പഠിക്കുമ്പോ തൊട്ട് മൂപ്പര് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്റെ കല്യാണം വരെ മൂപ്പര് നടത്തി തന്നു. അതാണ് ഹൈലൈറ്റ്. നോക്കൂ, എല്ലാവർക്കും ഒരേ ഡ്രസ്സ് കളർ. അതാണ് അമ്മയ്ക്കും അങ്ങനത്തെ ഡ്രസ്സ് കണ്ടോ. എന്റെ അമ്മയും അതേ കളർ ഡ്രസ്സ്, എനിക്കും അതെ. അമ്മയ്ക്കും വേറെ കാണിച്ചല്ലോ ഞാൻ. ഇത് കല്യാണത്തിന്റെ കൊറേ ഫോട്ടോസ്. കൈ പറിച്ചാ അന്ന് എങ്ങനെ ഇല്ല, എന്താ എനിക്ക് ഓർമ്മയില്ലെന്നാ. ഇതൊക്കെ നല്ല രസമുള്ള ഫോട്ടോസ് അല്ലേ. അപ്പം നല്ല ഫേസ് റെഡി ആയപ്പോഴത്തേക്കും ഒക്കെ മാസ്ക് ഇട്ടാ നിക്കുന്ന കേട്ടോ. എന്താ കാര്യങ്ങളൊക്കെ ഇതായി. പിന്നെ ഈ അന്നേരം തന്നെ രജിസ്റ്റർ ചെയ്തു കേട്ടോ.
അന്നേരം തന്നെ എല്ലാം കഴിഞ്ഞു. ഓക്കേ, കൊറേ ഉണ്ട്, ആൾക്കാർ വരട്ടെ വരട്ടെ. ഇതായിരുന്നു കേട്ടോ, ജസ്റ്റ് അത് ഇതൊന്നും എടുത്തിട്ടേ ഇല്ല. അതെന്താ? അല്ല, അത് പിന്നീട് എടുത്തായിരിക്കല്ലേ. അതെ, ഇതൊക്കെ ഫ്രണ്ട്സും കാര്യങ്ങളും, അച്ഛൻ്റെ ഫ്രണ്ട്സും എല്ലാം ഉണ്ട്. എല്ലാരും മുഖമൊന്നും അറിയുന്നില്ല, എല്ലാം ഇങ്ങനെ മാസ്ക് ഇട്ടിട്ടേ. ഇതാ, ഇതിലാരെങ്കിലും ഒക്കെ എന്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇതേട്ടന്റെ ഗഡാഗഡിയന്മാർ. കുട്ടാബി, കുടു, കുട്ടൻ, അഖില്. ഇനി കുറേ ആള് മിസ്സായിട്ടുണ്ട്. അത് മിസ്സായതല്ല, അന്നേരം കുറെ ആൾക്കാർ അവിടെ ഇല്ലായിരുന്നു, ഗൾഫിലായിരുന്നു. ഒരുപാട് ആൾക്കാർ മിസ്സായിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ഒരു ജനലക്ഷം. അച്ഛൻ്റെ അമ്മ. ഇതായിട്ട് നമ്മുടെ വീട്ടിൽ അഭിനയിച്ച അച്ഛമ്മയാണ്. പാവം മരിച്ചു കിട്ടോ ഇല്ല. ഇത് അച്ഛൻ, ഇത് മാളുമ്മ. എനിക്ക് ഒരുപാട് ചെറുപ്പത്തിൽ ഒരുപാട് ഭക്ഷണം തന്ന അമ്മയാണ്. ഇപ്പൊ ഉണ്ട് മാളുമ്മ. ഒരുപാട് കൊറേ ആൾക്കാർ, നല്ല രസമുണ്ട്. എന്തായാലും ദിനോട്ടൻ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നത്, അത് അവര് സമ്മതിക്കാണ്ട്. അതെ, ഇതാണ് അമ്മന്റെ അനിയത്തിന്റെ, നമ്മുടെ വീട്ടിൽ അഭിനയിച്ചത് അമ്മന്റെ അനിയത്തിന്റെ മോള്. ഇതൊക്കെ അമ്മന്റെ അമ്മന്റെ ഫാമിലിയാണ്. അനുമോള്, റീതു, കറക്റ്റ് പേര് എനിക്കും പറഞ്ഞു. എന്റെ റിലേറ്റീവ്സ് ആണ്. അതുപോലത്തെ പോസിംഗ് ഒക്കെയായിരുന്നു. നല്ല രസമുണ്ട് എന്തായാലും ഇതൊക്കെ കാണാൻ. അതായത് അച്ഛന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഞങ്ങള് മലമ്പുഴി പോയിട്ട് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. മീൻസ് പ്രീ വെഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തതാണ്. അത് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് എല്ലാവരും കൂടി ചേർന്നിട്ട് അത് ഫ്രെയിം ചെയ്ത് തന്നു കേട്ടോ. അത് നന്നായിട്ട്. പിന്നെതാ, ദിസ് ഇസ് മൈ ഫാമിലി. കണ്ട, അമ്മയ്ക്കും സെയിം കളർ ഡ്രസ്സ്. നമുക്ക് അറിയില്ല ഇവർ ഇങ്ങനത്തെ കളറാ കൊണ്ടുവരുന്നൊന്നും അറിയില്ല. അയ്യോ അച്ഛൻ നോക്കൂ, നമ്മുടെ സുധാട്ടെ അച്ഛൻ അവന്റെ അമ്മ നോക്കൂടെ. രണ്ടാള് യൂട്യൂബില് വരുന്നതിന് മുമ്പുള്ളതാട്ടോ. അച്ഛൻ പിന്നെയും കുഴപ്പമില്ല. അമ്മന്റെ കോൽ ഇങ്ങനെയാ ചോദിക്കുന്നത്. കാരണം ഛർദിച്ച് വോമിറ്റ് ചെയ്ത് പണി തീർന്നിട്ട് വന്നാ. നല്ലതായിരുന്നു, മേക്കപ്പിലൊന്നും എല്ലാം പോയി. 150. അച്ഛൻ പിന്നെ ഓക്കെ. അച്ഛൻ നല്ല രസമുണ്ട്, തടിയുണ്ട് കാണാൻ. ഇതും അങ്ങനെ തന്നെ കൊറേ ആൾക്കാര്. ഇതൊക്കെ അച്ഛന്റെ, നമ്മുടെ ഒക്കെ വീടിന്റെ അടുത്തതാ ഇവര്. ഹേതോ നോക്ക്, ഹേതോ ചേച്ചി. ഹേതോ നോക്ക്, കുഞ്ഞു സുന്ദരക്കുട്ടെ. അടിപൊളി. ചെറിയ ഹേതന് മാറ്റമുണ്ട്, ദിനവാട്ടിന് വലിയ മാറ്റമുണ്ട്. ചേച്ചിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. പിന്നെതാ, നമ്മൾക്ക് സദ്യയായിരുന്നു കേട്ടോ അന്നേരം. കാരണം അമ്പലത്തിലൊക്കെ ആയതുകൊണ്ട് സദ്യയായിരുന്നു അന്ന്. കൊറേ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും സദ്യ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതും കഴിഞ്ഞിട്ട് കൊറേ കാല് പിടിക്കൽ ചടങ്ങുകളുണ്ട് കേട്ടോ. അത് ഒരു കൊറേ ആൾക്കാരുണ്ട്. പിന്നെതാ, നമ്മുടെ ചെറിയൊരു കരച്ചിൽ സീനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. കരഞ്ഞു. ഇതാണ് നമ്മുടെ വെഡിങ്. കഴിഞ്ഞു. അപ്പൊ പെട്ടെന്ന് ആൽബം കണ്ടപ്പോ ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോയ പോലെയുണ്ട്. ചെറിയൊരു കല്യാണമായിരുന്നു. കാരണം ഇപ്പോഴൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര അല്ല, ഒന്നാമത് ഒരുപാട് ആർഭാടാക്കി കഴിയാത്തതല്ല. പക്ഷെ ആ ജീവിതത്തിൽ ഒന്നല്ലേ ഉള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ മൊമെന്റ്സ് അതൊക്കെ ക്ലിയർ. പക്ഷെ അന്നേരം ഞാൻ ഭയങ്കര ക്രൈസിസ് ആയിരുന്നു. അറിയാൻ കോവിഡ് ആയിരുന്നു. എനിക്ക് ജോലി ഭയങ്കര ശമ്പളം അവർ കുറച്ചു. ദുബായിൽ ശമ്പളം കുറച്ചു. വീട് പണിയാണ്. കല്യാണത്തിന് മുമ്പ് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മതിലൊന്നും കെട്ടിയിട്ടില്ല. പിന്നെ രണ്ടും കോവിഡ് ആയതുകൊണ്ട് 1-2 മാസമൊക്കെ നമ്മളെ ലീവൊക്കെ ആക്കി തന്നു. അവര് കുറച്ച് റൂമിലൊക്കെ ഇരുത്തി. അപ്പൊ ഭയങ്കര പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കടം വാങ്ങാത്ത ഒരാളാണ്. ഈ കടം വാങ്ങുന്ന ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വന്നിട്ടാണ് താലിച്ചെയിനൊക്കെ എടുത്തത്. അത് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണത്തിനിട്ട ഷർട്ട് എനിക്ക് 500-600 ഉള്ളൂ. എന്റെ മുണ്ടും അങ്ങനെ 1000-1500 കൊണ്ട് എന്റെ കോസ്റ്റ്യൂം കഴിഞ്ഞു. ഒരു 200 രൂപയുടെ ചെരുപ്പാണ് ഞാൻ ഇട്ടത്. 200-300 രൂപയുടെ സ്ലിപ്പേഴ്സ് ഞാൻ ഇട്ടത്. പക്ഷെ ഇപ്പോഴൊക്കെ ആണെങ്കിലോ കല്യാണത്തിനൊക്കെ ഭയങ്കര പൈസ കൊടുത്തിട്ടില്ല ആൾക്കാർ ചെയ്യല്ലേ ഒരു ഷർട്ട്. പക്ഷെ എനിക്ക് അന്ന് പറ്റാത്തതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ മറ്റൊന്ന് ഞാൻ ചെയ്യായിരുന്നു. ചെറിയൊരു കാറായിരുന്നു. ആരോട് വാഗനർ ഞാനത് വാടകയ്ക്ക് ചോദിച്ചു. അപ്പൊ ഒരുതം പറഞ്ഞു വേറൊരു വണ്ടിയിട്ട് അത് 5000 താങ്ങില്ല. റീഷേട്ടാ 3000 താങ്ങും. 3000 കുഴപ്പമില്ല. പിന്നെ 2000 ഒരു വാഗനർ തന്നെയാണ് അവർ. അതാ പിന്നെ അങ്ങനെ എടുത്ത് പെട്രോൾ അടിച്ചിട്ട് അങ്ങനെ ഒരു വല്ലാത്തൊരു കേട്ടോ. അപ്പൊ ആലോചിക്കുമ്പോൾ ഒരുപാട്. അതേപോലെ തന്നെ സച്ചു. പിന്നെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നാലാമത്തെ ദിവസം നമ്മളൊരു വലിയ ചെറിയൊരു പാർട്ടി നമ്മുടെ ഒരു 10 നമ്മുടെ അടുപ്പിച്ചുള്ളൊരു വീട്. വലിയ വൈഡായി വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അടുപ്പിച്ചുള്ള വീട്ടിലുള്ളവർക്ക്
കുറെ ഭക്ഷണം കൊടുത്ത്. അപ്പൊ സച്ചിനെ വീട്ടിൽ 25 ആള് വന്നു. 25 4-ാമത്തെ ദിവസം ഞങ്ങൾ പുറപ്പെടും. 4-ാം പുറപ്പെടുക്കും സച്ചിന്റെ വീട്ടിലേക്ക് പോകണം. എന്നാലും എനിക്ക് വണ്ടിയില്ല കേട്ടോ, എനിക്ക് കാറും ഇല്ല, ഒരു ഡിയോ മാത്രമല്ല. അതൊരു ഭാര്യന്റെ വീട്ടിലേക്ക് പോകുമ്പോ എനിക്ക് അതൊക്കെ പറഞ്ഞു. കാരണം ഭാര്യന്റെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് കാറൊക്കെ വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാം കൂടി എന്നെ കൊണ്ടാകില്ല. ആ സമയത്ത് വന്നല്ലേ ഉള്ളൂ, ഞാൻ വീട് പണി കഴിഞ്ഞുള്ളൂ. അപ്പൊ എന്താ ചെയ്യുക, കാറും വാങ്ങിച്ച് നാട്ടിലിടാനും പറ്റില്ലല്ലോ, കുറച്ച് ദിവസമല്ലേ. വാടകയ്ക്ക് എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഇത് എല്ലാം കൂടെ താങ്ങും തോന്നില്ല. അപ്പൊ ഞാൻ കാറൊന്നും എടുത്തില്ല. എന്റെ ഒരു കമ്പനിക്കാരന്റെ കുട്ടാപ്പിന്റെ ബുള്ളറ്റ് ഞങ്ങൾ കടം വാങ്ങിച്ചു. ആ ബൈക്ക് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വണ്ടിയിൽ പോയി വലിയ അച്ഛൻ ആ ബൈക്ക് കൊണ്ടു. കാരണം ഞങ്ങൾ 2-3 ദിവസം പാലക്കാട് ഉണ്ടാവുമല്ലോ, അപ്പൊ ഞങ്ങൾക്ക് കറങ്ങാൻ വേണ്ടേ, അതുകൊണ്ട് ബൈക്ക് മേടിച്ചു. പിന്നെ പാലക്കാട് പോകുമ്പോൾ വേറൊരു കമ്പനിക്കാരന്റെ ബൈക്ക് മേടിച്ചു. അതിന് പിന്നെ പോകുമ്പോൾ വേറൊരു കമ്പനിക്കാരൻ മേടിച്ചു. അങ്ങനെയൊക്കെയാണ് ഞാൻ 150 കിലോമീറ്റർ ബൈക്കിലൊക്കെ അങ്ങനെയാണ്. കാരണം കാറില്ലായിരുന്നു, അങ്ങനെ കാറും അങ്ങനെ ഇതില്ലായിരുന്നു. 2-3 എക്സാമുകളൊക്കെ ഉണ്ടായിരുന്നു PSC-ന്റെ ഒക്കെ. അന്നേരം ഞങ്ങളൊക്കെ ബൈക്ക് ഓരോരുത്തരെ കടം മേടിച്ച് ബൈക്കൊക്കെ മേടിച്ചിട്ടാണ് പോയത്. ഇപ്പൊ കാറിലൊക്കെ വരുമ്പോ ഭയങ്കര സന്തോഷം, കാരണം നിങ്ങളെ അത് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ നമ്മള് മാറി ഒരുപാട്. അപ്പൊ ഭയങ്കര അല്ലെങ്കിൽ ഈ സമയത്താണെങ്കിൽ ഞാൻ ഗംഭീര കാറൊക്കെ എടുത്തിട്ട് നല്ല കോസ്റ്റ്യൂം ഒക്കെ എടുത്തിട്ട് സിനിമ സ്റ്റൈലിൽ വലിയ ട്രെയിനൊക്കെ വെച്ച് ക്യാമറ ഒക്കെ എടുത്ത് സെറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, എന്നാലും ഒരുപാട് പൈസ പൊട്ടിക്കുന്നതിനോട് താല്പര്യമില്ല. ഒരു കല്യാണം കൊണ്ട് ജീവിതങ്ങൾ മാറി. എന്തായാലും രണ്ടാളും അങ്ങനെയായിരുന്നു. കല്യാണ ശേഷം രണ്ടാളും ലൈഫ് മാറി. രണ്ടാളും ഒന്നിച്ച് നിന്നപ്പോ വർക്ക് ചെയ്ത് എല്ലാവരും നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതിന് ഒരുപാട് 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 ശേഷം വേറെ മാറ്റങ്ങൾ വന്നു പടിപടിയായിട്ട്. എന്തായാലും ഒരുപാട് താങ്ക്സ്. അതിൽ എനിക്ക് ഒരുപാട് ഡ്രസ് ഒന്നും ഇല്ല. അതിന് നീ വരുമ്പോ അതെ, ഞാൻ അലമാറയൊക്കെ ഫുള്ളായിരിക്കും വിചാരിച്ചു. മീൻസ് എന്റെ ഡ്രസ്സൊക്കെ എന്താക്കും പറഞ്ഞിട്ടാണ് ഞാൻ തുറന്നു നോക്കണ കുറച്ച് ഡ്രസ്സുകൾ. ഞാൻ ഒരുപാട് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. ഞാൻ അല്ല ഒരു പ്രവാസി എന്താണോ അതിന് ശരിക്കുള്ള കഥയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വീട്ടുകാർക്ക് അച്ഛൻ, അമ്മ, പെങ്ങൾ, വീട് അതിനു വേണ്ടി മാത്രം. അല്ലാണ്ട് എനിക്ക് ഒരു രൂപ പോലും സേവിങ്സ് ഇല്ലായിരുന്നു. അന്നും ഒരു രൂപ പോലും സേവിങ്സ് ഇല്ല. എല്ലാം ഞാൻ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാം. എല്ലാ പ്രവാസിയും, ഞാനല്ല, എല്ലാ പ്രവാസികളും. നമ്മൾക്ക് ഡ്രസ്സ് എടുക്കില്ല, നമുക്ക് നല്ല ചെരുപ്പ് എടുക്കില്ല, നല്ല ഇതൊന്നും എടുക്കില്ല. എനിക്ക് ഓർമ്മയില്ല, ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ എങ്ങനെയാണ് എനിക്ക് പുതിയ ജീൻസ് എടുത്തില്ല. അവർക്കൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഞാൻ പഴയ ജീൻസ് തിരുമ്പിയിട്ട്, എന്തായാലും പാർട്ടിക്കിട്ടില്ലേ, ആ ജീൻസ് ഞാൻ തിരുമ്പിയിട്ട് അന്ന് രാത്രി ആരും കാണാണ്ട് ഞാൻ തിരുമ്പി പിഴിഞ്ഞ് അയൺ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ പോയത്. ഞാൻ അങ്ങനെ നമ്മൾ അങ്ങനെയാണ്, ബോയ്സ് അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ മൊമെന്റ്സിൽ. അപ്പൊ വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ ഞാൻ താമസിച്ചിരുന്നു. അപ്പൊ നോക്കട്ടെ. അപ്പൊ എന്തായാലും അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ.